ഹലോ ഗേസ് സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ വാലറൻ ചലഞ്ചേഴ്സ് സൗത്ത് ഏഷ്യ 1 കോടിക്ക് മുകളിൽ പ്രൈസ് പൂൾ വരുന്നവൻ്റെ സ്പ്ലിറ്റ് 1 ഡേ 6 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് 1 തന്നെ നമ്മളെ SA12 ഫസ്റ്റ് വിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഗ്ലോബലി സ്പോർട്സ് അക്കാദമി ലൈനപ്പിനെയാണ് SA12 2-0 തോൽപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഈ ഒരു വാലറൻ ചലഞ്ചേഴ്സിൽ SA12 ഫസ്റ്റ് വിന്ന് അവർ കുറിച്ചിരിക്കുകയാണ്. സെക്കൻഡ് മാച്ചിൽ ഒറാങ്കുട്ടൻ 2-0 റക്കനിങ് സ്പോർട്സിനെയും തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ VLT തന്നെയാണ് ഒരു ടോപ്പിലും നിൽക്കുന്നത്. ഇന്നത്തെ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എൽ ക്ലാസിക്കോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. RNTX വേഴ്സസ് SA12 മാച്ച് ഫസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഗ്ലോബലി സ്പോർട്സ് അക്കാദമി ലൈനപ്പ് വേഴ്സസ് വെലോസിറ്റി ഗെയിമിങ്ങും നമുക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വാലറന്റ് ഇഷ്ടപ്പെടുന്ന ഒരു മാച്ചുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ റൗണ്ട് 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് 3യുടെയും ഗ്രൂപ്പ് 4യുടെയും മത്സരങ്ങളായിരുന്നു ഇന്നലെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിച്ചത്. ഗ്രൂപ്പ് 3യുടെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈഗേഴ്സ് ആ ഒരു പോയിന്റ് ടേബിളിലേക്ക് ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 29 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് ടോട്ടലി 70 പോയിന്റുമായിട്ടാണ് A1 പൊസിഷനിൽ ഗുജറാത്ത് ടൈഗേഴ്സ് നിൽക്കുന്നത്. സെക്കൻഡ് ബേണക്സ് ഒഫീഷ്യൽസ് എത്തിയിരിക്കുകയാണ് 55 പോയിന്റായിട്ട്. A1 നിന്ന് മാച്ച് 2ലേക്കാണ് അവർ മാറിയിട്ടുള്ളത്. നമ്മുടെ മലയാളി ടീമായുള്ള RNBക്ക് അത്ര നല്ലൊരു പെർഫോമൻസ് ഇതുവരെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ഇന്നലെ വെറും 4 പോയിന്റാണ് സ്വന്തമാക്കിയത്. അങ്ങനെ 13 പോയിന്റുമായിട്ട് 15ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്ത് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കാതെ പുറത്തായിരിക്കുകയാണ്. ഗ്രൂപ്പ് 4ലേക്ക് നോക്കുകയാണെങ്കിൽ ARC നൈറ്റ് 2 ചിക്കനോട് കൂടിയിട്ട് 62 പോയിന്റായിട്ട് അവർ A1 പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ വെറും 16 പോയിന്റ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളെങ്കിലും ഡേ 1ലെ പെർഫോമൻസോട് കൂടി 62 പോയിന്റായിട്ട് അവർ ടോപ്പ് പൊസിഷനിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. യൂണിവേഴ്സ് അവൻ ഇന്നലെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. 32 പോയിന്റാണ് ഇന്നലെ അവർ സ്വന്തമാക്കിയ ടോട്ടൽ. 61 പോയിന്റായിട്ട് അവർ A2 പൊസിഷനിലും അവർ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലു ഓർഗയുള്ള റോയൽ എംബറർ നമ്മളെ പ്ലേയേഴ്സ് മലയാളി പ്ലേയേഴ്സ് അല്ല, മല്ലു ഓർഗാണ്. 3ാം സ്ഥാനത്തായിരുന്നു ഡേ 1ൽ ഉണ്ടായിരുന്നു. ഇന്നലെ 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് മാച്ച് വരെ ആ ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. ലാസ്റ്റ് മാച്ചിൽ ആ ഒരു പെർഫോമൻസ് അത്ര ഇല്ലായിരുന്നു. വേറെ ടീമുകൾ കയറി വന്നിരുന്നെങ്കിൽ റോയൽ എംപയറിന് ആ ഒരു ക്വാളിഫിക്കേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതിനു. പക്ഷേ ആ ഒരു ടോപ്പ് 6ൽ തന്നെ ടീം ഫിനിഷ് ചെയ്തു 40 പോയിൻ്റായിട്ട്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 6 ടീമുകളാണ് റൗണ്ട് 4ലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. നമ്മളെ മലയാളി ടീംസുകളുടെ മാച്ചുകളൊക്കെ ഓഫ്ലൈൻ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ടീമുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എറർ സ്പോർട്സ് ഗ്രൂപ്പ് 11 വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ മലയാളി പ്ലേയേഴ്സാണ് അത് കളിക്കുന്നത്. ഗ്രൂപ്പ് 11 A3ൽ അവരെത്തിയിരിക്കുകയാണ്. 2 ചിക്കറ്റിനോട് കൂടിയിട്ട് 53 പോയിന്റ് ടീം സ്വന്തമായിക്കൊണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ച. പിന്നെ നമ്മളെ LHS സ്പോർട്സ് നമ്മളെ സായിപ്പും കാലനും സ്പയ്യോപ്പിയും മഫും സെക്സിക്കിഡോ കളിക്കുന്ന ആ ഒരു ടീം വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് റൗണ്ട് 3ലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് 15 A1 പൊസിഷനിൽ തന്നെ അവരെത്തി. 2 ചിക്കനിലും 40 ഫിനിഷ് പോയിന്റ് അടക്കം 72 പോയിന്റായിട്ട് ഗ്രൂപ്പിൽ ടോപ്പ് ആയിക്കൊണ്ടാണ് റൗണ്ട് 4ലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. അവരുടെ മാച്ചും ഓഫ് സ്ട്രീം ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 ടീമുകളും ക്വാളിഫൈ ആയെന്ന് ഉറപ്പിച്ച് പറയാം. ബാക്കിയുള്ള ടീമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 6ൽ ഇന്ത്യൻ സ്പോർട്സ് 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് 35 പോയിന്റായിട്ട്. ഗ്രൂപ്പ് 8ൽ നമ്മൾ റോയൽ എംപയറിൻ്റെ തന്നെ N8 പറഞ്ഞ മലയാളി ലൈനപ്പ് 31 പോയിന്റായിട്ട് 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഗ്രൂപ്പ് 14 നമ്മളെ സിഗ്നേച്ചർ ഒഫീഷ്യൽസ് 25 പോയിന്റായിട്ട് 10ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. ഇനി ബാക്കി ഏതെങ്കിലും ഞാൻ വിട്ടുപോയ മലയാളി ലൈനപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് നമുക്ക് റൗണ്ട് 4 തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ ഒഫീഷ്യൽ റിസൾട്ടും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് നോക്കാം പ്രോപ്പറായിട്ട് ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആയെന്ന്. കാരണം ചില ടീമിൽ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടീമുകളിലേക്ക് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആകുന്നത്. റൗണ്ട് 4 എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായിരിക്കും. നമ്മൾ LHS ഒഫീഷ്യൽസ് ക്വാളിഫൈ ആയി എത്തിയിട്ടുണ്ട്. അവർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. റൗണ്ട് 3 അവസാനിച്ചു. ഇവിടെയും ഹാക്കേഴ്സും ഹാക്കിംഗ് അലിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്നേഹലോപ്പി ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. WTM സ്പോർട്സിൻ്റെ ഹാക്കിംഗ് എക്സ്പോസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ ഒരു WTMലെ പ്ലെയറായുള്ള ക്ലൗഡി ഈ ഒരു ഹാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സ്പോൺസർ ഡയറക്റ്റ് വരികയും സ്പോൺസറിനോട് പറയുകയാണ് ഞങ്ങൾക്ക് ഹാക്കിങ്ങും സ്ലോട്ടും പർച്ചേസ് ചെയ്ത് തന്നു, അത് ഞങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് സ്പോൺസേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്നത്. പണ്ടൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്
ടൂർണമെൻറ്റിൽ ഹാക്ക് യൂസ് ചെയ്തുകൊണ്ട് സ്പോൺസേഴ്സിനെ സെറ്റാക്കുക, പിന്നെ അടിപൊളിയായിട്ട് കളിക്കുക നോർമലായിട്ട് ആ ഒരു ലെവലായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് സ്പോൺസേഴ്സിനോട് തന്നെ പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഹാക്കിങ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പെയ്ഡ് സ്ട്രീംസ് ഒക്കെ കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാം. ആ ഒരു രീതിയിലുള്ള ചാറ്റാണ് നമുക്ക് ഈ ഒരു ടീമിലെ പ്ലേയേഴ്സിൻ്റെ ഇത് ഇപ്പോൾ എക്സ്പോസ് ആയിട്ടുള്ളത്. ഈ ഒരു ടീം റൗണ്ട് 3 ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടീം ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബാൻ ആവുമോ ഇല്ല എന്നൊക്കെ നമുക്ക് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നാൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് എന്തായാലും ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്തായാലും BGISന്റെ റൗണ്ട് 3 മത്സരങ്ങൾ അവസാനിച്ചു. ഇനി അടുത്ത വീക്ക് റൗണ്ട് 4 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് തേർഡ് പാർട്ടി ഇവൻറ്റുകളാണ് കാണാനായിട്ട് സാധിക്കുക. അതിൽ ട്രിനിട്ര ഈ സ്പോർട്സിൻ്റെ 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ സെമി ഫൈനൽസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളെ ഈവിൾ കളിക്കുന്ന GenXFM ഇതിൽ ക്വാളിഫൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മാക് കളിക്കുന്ന ജെനിസസ് ഈ സ്പോർട്സും ക്വാളിഫൈ ആയിട്ടുണ്ട്. അതിന് പുറമെ നമ്മളെ മല്ലു ടീം ഓർഗായുള്ള നോണെക്സും ഇതിൽ കളിക്കുന്നുണ്ട്. മാച്ചുകൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈവനിങ് 1 ഗെയിം ഈ സ്പോർട്സിൻ്റെ ആ ഒരു നമ്മുടെ സെമി ഫൈനൽസും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തേർഡ് പാർട്ടി ഇവൻറ്റുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളെപ്പോഴും കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.